പ്രേക്ഷക പ്രിയ പരമ്പരകൾ പുതിയ സമയമാറ്റത്തോടെ ചട്ടമ്പിപ്പാറു എല്ലാ ദിവസവും രാത്രി 7 മണിക്കും കന്യാദാനം രാത്രി 7:30. ആളെയും പറയാ എല്ലാരും എത്രയും പെട്ടെന്ന് പുറത്തിറങ്ങിക്കണോ. മക്കളെ നമുക്ക് പൊക്കോടി. എടാ ഒരെണ്ണം വെച്ചോന്നുണ്ടല്ലോ, നിനക്ക് ഭ്രാന്താണോ? നിനക്ക് വട്ടാണോ? അല്ല പിന്നെ എടാ, ഒരു പോലീസുകാരനോട് കളിക്കുന്നത് നിനക്ക് ഓർമ്മ വേണം. നിർഭാഗ്യവശാൽ ആ പോലീസ് എന്റെ അളിയനായിപ്പോയി. ഇന്ന് ഞാൻ ഇതേ സാമ്പാറിടാം. ദേ ആളെയും പിടിച്ചേ, എന്റെ വേഗം കട്ടി. ചെല്ലു എന്റെ കട്ടിയിട്ട് വേഗം അങ്ങോട്ട് വിടും. എടാ ആരി എളിയ അങ്ങോട്ട്. നീ ചിരിക്കല്ലേ? അരി എളിയ സമയമില്ല. കാഴ്ചക്കൊക്കെ കൊള്ളാം, ഇനി കഴിച്ചു നോക്കിയിട്ട് പറയാം. നോക്ക് നിൽക്കാതെ വിളമ്പ് മക്കളെ. അളിയ അതിങ്ങടുത്തെ. ആ മതി 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 മതി. ഗോമതേച്ചി ഇരിക്ക്. അയ്യോ വേണ്ട, ഞാൻ പിന്നിരുന്നോളാം. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. ചേച്ചിയാണ് നമ്മുടെ ചീഫ് ജഡ്ജി. ചേച്ചി അഭിപ്രായം പറഞ്ഞിട്ട് വേണം നമുക്കൊരു തീരുമാനത്തിലെത്താൻ. അതിനെ ആയോ? ഇരിക്കടേ. ഇരിക്കേച്ചി. അമ്മോ ഇത് കൊള്ളാലോ. അതാണ് എല്ലാം സൂപ്പർ. അതെ അതെ നന്നായിട്ടുണ്ട്. ഇപ്പൊ മനസ്സിലായല്ലോ നീ ഉണ്ടാക്കുന്ന പോലെ അല്ല ഇതെന്ന്. എന്തുവാ? അല്ല പൂജയൊന്നും പറഞ്ഞില്ല. എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്. അല്ല മുത്തശ്ശനും പറഞ്ഞില്ലേ? പറയാൻ പ്രത്യേകിച്ച് വാക്കുകളൊന്നും ഇല്ലാത്തോണ്ട് ഞാൻ ഓർക്കുമായിരുന്നേ, ഈ ഗോമതിയെ പറഞ്ഞു വിട്ടിട്ടെ അടുക്കളപ്പണി നിങ്ങളെ രണ്ടുപേരെ അങ്ങ് ഏൽപ്പിച്ചാലോ എന്ന്. എന്നാ പിന്നെ എന്റെ അവകാശങ്ങളൊക്കെ തന്നിട്ടേ എന്നെ അങ്ങ് പറഞ്ഞു വിട്ടേരെ. ഓ നിനക്ക് ഞാൻ തരാം. ഞാനിതൊന്ന് കഴിച്ചു കഴിഞ്ഞോട്ടെ, എന്നിട്ട് തരാം. ഏട്ടൻ എന്നോട് ചോദിച്ചില്ല എങ്ങനെയുണ്ടെന്ന്. എടി എന്തിനാ പ്രത്യേകിച്ച് ചോദിക്കുന്നേ? നിന്റെ മോൻ കണ്ടാ അറിയില്ലേ നീ ഇത്രയും കാലം ഇത്ര നല്ല ഭക്ഷണം കഴിച്ചിട്ടില്ലാന്ന്. ആര് ചിരിക്കൊന്നും വേണ്ട. ഇതൊക്കെ പഠിപ്പിച്ചു കൊടുത്തതേ ഞാനാ. അവിടെ ദത്തേട്ടന്റെ വീട്ടിൽ ഞാൻ അടുക്കളയിൽ കയറുമ്പോ ഏട്ടനും എന്റെ കൂടെ കയറും. അങ്ങനെ കണ്ടും കേട്ടും പഠിച്ചതല്ല അല്ലേ ദത്തേട്ടാ? അതെ അതെ അതെ, ഞാൻ കള്ളം പറഞ്ഞൊന്നുമല്ല. ദത്തേട്ടനെ പാചകം പഠിപ്പിച്ചത് ഞാൻ തന്നെയാ. അല്ലാതെ ഇവിടെ ചിലരെ പോലെ സ്വയം അടുക്കളയിൽ കയറാതിരിക്കാൻ വേണ്ടി ഭർത്താവിനെ പാചകം പഠിപ്പിച്ചതല്ല. എടേ അത് നീ പൂജമ്മ കിട്ടുന്ന വെച്ചതല്ലേ. പക്ഷെ ഇതൊന്നും ഇവളെ ബാധിക്കില്ല കേട്ടോ. നീ പറഞ്ഞത് ശരിയാണെങ്കിൽ ഇവളുടെ നിർബന്ധം കൊണ്ടാണല്ലോ ആദ്യക്കൂട്ടൻ ഇന്ന് അടുക്കള കയറിയതും നമ്മൾക്ക് ഇത്രയും നല്ല ഭക്ഷണം കഴിക്കാനുള്ള ഭാഗ്യം ഉണ്ടായതും. അതിന് ഇവളോട് നന്ദി പറയടി. ഇച്ചിരി വെള്ളം കൊടുത്തേ. വെറുതെ ഓരോ കുഞ്ഞായ്മ ആലോചിച്ച് നിറകെ കയറിയതാ. മര്യാദക്കിരുന്ന് കഴിക്കാൻ നോക്കടി. എന്നാലും സാമ്പാറിന് ഇത്തിരി ഉപ്പിന്റെ കുറവുണ്ട് കേട്ടോ. അതെ, നീ എന്നും ചെരുവ കണക്കിന് വാരി ഇടുവല്ലേ, അതുകൊണ്ട് തോന്നുന്നതാ. ഇതാണ് അതിന്റെ പാകം. നന്നായിട്ടുണ്ട് കേട്ടോ. മതി മതി വേണ്ട. കഴിച്ചോ? ഓം ചമ്പി ശ്രീ നമഃ. ഓം ചമ്പി ശ്രീ നമഃ. ഓം ചമ്പി ശ്രീ നമഃ. ഓം ചമ്പി ശ്രീ നമഃ. ഓം ചമ്പി ശ്രീ നമഃ.
ചാമുണ്ടേശ്വരി നമഃ. ഓം ഭുജഗം ക്രീം ചാമുണ്ടേശ്വരി നമഃ. ഓം ഭുജഗം ക്രീം ചാമുണ്ടേശ്വരി നമഃ. എന്താ പതിവില്ലാത്ത ഓരോ ആചാരങ്ങൾ? എന്താ നിനക്ക് നിന്റെ ചെമ്പകശ്ശേരിയിലെ തള്ളയ്ക്ക് മാത്രമേ കഠിന പൂജകൾ പാടുള്ളൂ എന്നുണ്ടോ? ഞാൻ വിളിച്ചാലും ദൈവങ്ങൾ വിളി കേൾക്കും. വിളിക്കുന്നത് ദൈവത്തെ തന്നെ ആവണമെന്ന് മാത്രം. അങ്ങനെ നിർബന്ധമൊന്നുമില്ല. ചെകുത്താനെ വിളിച്ചാലും വിളി കേൾക്കും. വിളിക്കേണ്ട പോലെ വിളിക്കണമെന്ന് മാത്രം. നിങ്ങൾ ഈ ചെയ്യുന്നത് ക്രൂരതയാ. സ്വന്തം രക്തത്തോടെ മത്സരിക്കുന്ന ഓർമ്മ വേണം. ഓർമ്മ എനിക്കും മാത്രം ഉണ്ടായ പോരല്ലോ. നീ ഈ അമ്പലങ്ങളെല്ലാം കയറി ഇറങ്ങുന്നത് ആരെ തകർക്കാനാണെന്ന് എനിക്കറിയില്ലല്ലോ. അപ്പൊ പിന്നെ എന്റെ നിലനിൽപ്പിന് വേണ്ടി ഞാനും എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ? ഞാൻ ഏതായാലും നിങ്ങളെപ്പോലെ നീചകർമ്മിയല്ല. ഇന്ന് വരെ ഒരു കൂടോത്രക്കാരനെയും കാണാൻ പോയിട്ടുമില്ല. പെട്ടെന്ന് എവിടുന്ന് വന്നു ഈ പുതിയ വിഗ്രഹം? അത് കൊള്ളാം. എനിക്കിഷ്ടമുള്ള ദൈവത്തിനെ എനിക്ക് വിളിച്ചോടെ. ആരാധനവും സ്വാതന്ത്ര്യവും ഇന്ത്യൻ ഭരണഘടന എല്ലാവർക്കും അനുവദിച്ചു നൽകിയിട്ടുള്ളതല്ലേ? നിയമമല്ല ഇവിടെ ബാധകം, മനസാക്ഷിയാ. അങ്ങനെയൊന്നും നിങ്ങൾക്കുണ്ടോ? ഇല്ല, തീരെയില്ല. ഇത്തരം കർമ്മങ്ങൾ ചെയ്യുന്നവന് തിരിച്ചടിക്കുമെന്നറിയില്ലേ? അടിച്ച ശേഷമല്ലേ തിരിച്ചടിക്കൂ. ഏത് തിരിച്ചടി നേരിടാൻ ഞാനൊരുക്കുക. എന്നാലും നല്ല മാർഗം നിങ്ങൾക്ക് മനസ്സിലാവില്ലല്ലേ? നിനക്കും നിന്റെ മോക്കും അത് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട്. മതി. ഒരു വീട്ടിലെ എല്ലാവരും നല്ല മാർഗികളായാൽ അത് ശരിയാവില്ല. ദേ, ഞാൻ എന്റെ വഴിക്ക് ഇങ്ങനെ നടന്നോളാം. തടയാൻ നിൽക്കരുത്. കൊല്ലൂന്ന് പറഞ്ഞു.